ഇന്ന് ഉമിംഗ്ല പാസിലോട്ടാണ് പോണത്. വൈൽഡ് ഡോങ്കിയാണ് പോണത്. ഈ കാണുന്നൊക്കെ കോൾഡ് ഡെസേർട്ടാണ്. ഇതൊക്കെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ പെട്ടതാണ്. ശരിക്കും ഫോറസ്റ്റ് ഏരിയ. ഞങ്ങളുടെ ഇവിടുത്തെ ഫോറസ്റ്റ് പോലെയല്ല, മരങ്ങളില്ലാത്ത കോൾഡ് ഡെസേർട്ടുള്ള ഫോറസ്റ്റ്. ടിബറ്റൻ ചാങ്ദാങ് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നാണ് ഈ ഫോറസ്റ്റ് അറിയപ്പെടുന്നത്. ലഡാക്കിലെ മറ്റുള്ള സ്ഥലത്ത് പോണ പോലെയല്ല, ഈ ഉമിംഗ്ല പാസിലോട്ട് വരാൻ വേണ്ടി പ്രത്യേക പെർമിഷൻ വേണേ. മറ്റുള്ള വില്ലേജിൽ പോണ പോലെ ഇന്നർ ലൈൻ പെർമിറ്റ് മസ്റ്റ് ആണ്. ഉമിംഗ്ല ഇന്ത്യ ചൈന ബോർഡറിനടുത്തായതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഡ്രൈവർമാർക്ക് പ്രത്യേക ആർമി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. ഇതിനൊപ്പം തന്നെ റൂട്ട് പെർമിറ്റും വേണം. ലഡാക്കിലെ യൂണിയൻ ടാക്സി നിയമപ്രകാരം ലഡാക്കിൽ രജിസ്റ്റർ ചെയ്ത പ്രാദേശിക ടാക്സികൾക്ക് മാത്രമേ അനുമതിയുള്ളൂ. നമ്മുടെ സ്വന്തം വണ്ടികളാണെങ്കിൽ പ്രോബ്ലം ഇല്ല. മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള റെന്റൽ വണ്ടികൾക്കോ ടാക്സി വണ്ടികൾക്കോ പെർമിഷൻ ഇല്ല. യൂണിയനിൽ രജിസ്റ്റർ ചെയ്ത ഡ്രൈവർമാർക്ക് ടേൺ അനുസരിച്ചാണ് ഉമിംഗ്ലയിലോട്ട് വരാൻ പറ്റുന്നത്. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഡ്രൈവ് ചെയ്ത് ട്രെയിനിങ് ലഭിച്ച ഡ്രൈവർമാർക്കാണ് ഈ യൂണിയനിൽ അംഗത്വം ലഭിക്കുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഉമിംഗ്ല പോണേന്റെ പാക്കേജിന്റെ റേറ്റിലും നല്ല വ്യത്യാസം വരുന്നുണ്ട്. ടാങ്ക്സിലേൽ വന്ന് പോകുന്നവരെയും കാട്ടി ഉമിംഗ്ലയിലോട്ട് പോകുന്ന ആൾക്കാർക്ക് ഒരു 10,000 രൂപേന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. പാക്കേജിന്റെയും ഫ്ലൈറ്റിന്റെയും ഒക്കെ കോസ്റ്റുകൾ ലാസ്റ്റത്തെ വീഡിയോയിൽ തരാവേ. ഈ കോൾഡ് ഡെസേർട്ടിൽ കുറച്ച് നേരം നിർത്തിയതാണ്. നല്ല തണുപ്പാണ് ഇവിടെ, നല്ല കാറ്റുമാണ്. ഈ തണുപ്പിന്റെ ഒപ്പം ഈ കാറ്റുള്ളത് കൊണ്ട് തന്നെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. റസംഗ്ല വാർ മെമ്മോറിയൽ മുതൽ ഉമിംഗ്ല പാസ് വരെ 150 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. ഉമിംഗ്ല പാസിലോട്ട് പുതിയ ബൈപ്പാസ് വന്നുകൊണ്ട് 125 കിലോമീറ്ററിനുള്ളിൽ എത്തും. ചിസും, ലേ, ഡെംചോ എന്നീ വില്ലേജുകളെ ബന്ധിപ്പിച്ചാണ് പുതിയ ബൈപ്പാസ് വന്നേക്കുന്നത്. ലഡാക്കിലെ ചാങ്ദ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടറബിൾ പാസ്സാണ് ഈ ഉമിംഗ്ല പാസ്. സീ ലെവലിൽ നിന്നും 1924 ഫീറ്റ് മുകളിലാണ് ഈ ഉമിംഗ്ല പാസ് ഉള്ളത്. ഇത്രയും മുകളിലായതുകൊണ്ട് ഇവിടെ ഓക്സിജൻ വളരെ കുറവാണ്. സാധാരണ സ്ഥലത്തിനെക്കാട്ടി ഒരു 50% വ്യത്യാസമാണ് ഇവിടെ ഉള്ളത്. ഇതിനൊപ്പം തന്നെ കൊടുങ്കാറ്റ് പോലത്തെ ശക്തമായ കാറ്റാണുള്ളത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഉമിംഗ്ല പാസ് മറ്റുള്ള ഡെസ്റ്റിനേഷൻ പോലെ അല്ലാത്തത്. ഉമിംഗ്ലയിലെ മഞ്ഞുരുകി വന്ന വെള്ളമാണ്. ഈ പോണ വഴി ഇടയ്ക്കൊക്കെ റോഡ് സൈഡിൽ റിവർ ക്രോസിങ്ങും കാണാവേ. കർദുംഗ്ല പാസിൽ ഇതിലും കൂടുതൽ മഞ്ഞുണ്ടെങ്കിലും ഞങ്ങൾക്ക് സഹിക്കാവുന്ന തണുപ്പാണ്. ഉമിംഗ്ലയിലെ തണുപ്പ് ഇങ്ങനത്തെ അല്ല, നമുക്ക് ഡിസ്റ്റർബ് ആവുന്ന സൈസ് തണുപ്പാണ് ഇവിടെ. വീഡിയോ എടുക്കാൻ വേണ്ടി കയ്യിൽ നിന്ന് ഗ്ലൗസ് മാറ്റുമ്പോൾ തന്നെ കൈയൊക്കെ വേദന എടുക്കുന്ന തണുപ്പാണ്. ഈ ഒരു ഏരിയ എത്തുമ്പോൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ സ്ഥലം എവറസ്റ്റ് ബേസ് ക്യാമ്പിനെയും കാട്ടി മുകളിലാണെന്നുള്ള. എവറസ്റ്റ് ബേസ് ക്യാമ്പ് 17,598 ഫീറ്റ് മുകളിലാണ്. ഉമിംഗ്ല 19,024 ഫീറ്റ് മുകളിലും. ഈ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയാണ് ഈ ബോർഡ് വെച്ചേക്കുന്നത്. ഉമിംഗ്ല പാസിന്റെ ഏറ്റവും മുകളിലെത്തിയ ഇന്നത്തെ ക്ലൈമറ്റ് ഒട്ടും ശരിയല്ല, ഭയങ്കര മോശമാണ്. അതുകൊണ്ട് വേറെ ടൂറിസ്റ്റ് ഒന്നും ഉണ്ടായില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. ഈ സമയത്ത് -15 ഡിഗ്രി ടെമ്പറേച്ചർ ആണ്. ഇവിടെ വിന്റർ ടൈമിൽ -40 ഡിഗ്രിയൊക്കെ ടെമ്പറേച്ചർ വരും. ടൂറിസ്റ്റുകൾക്ക് പെട്ടെന്ന് ഓക്സിജന്റെ ആവശ്യം വന്നാൽ കൊടുക്കാൻ വേണ്ടിയുള്ള ഓക്സിജൻ കഫേ ഉണ്ട് ഇവിടെ. ഇതിനൊപ്പം തന്നെ ആർമിയുടെ ഒരു ഷെൽട്ടർ ഉണ്ട്. ഇന്ന് ക്ലൈമറ്റ് ശരിയില്ലാത്താണ്. ഇതൊക്കെ അടവാണ്. ഇത് ഉമിംഗ്ല പാസ് എന്ന് എഴുതിയ ബോർഡാണ്. ഇത് രണ്ടാമത് റീപെയിന്റിങ് നടത്തുന്നതേ ഉള്ളൂ. ഇവിടെ വെച്ച് എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം കൂടി വോമിറ്റിംഗ് വന്നു. അതുകൊണ്ട് ഓക്സിജൻ ഉപയോഗിക്കേണ്ട അവസ്ഥ വന്നു. ഇങ്ങനെ അത്യാവശ്യ സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് പോർട്ടബിൾ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കുന്നത്. കൂടെ വരുന്ന ഡ്രൈവർമാർക്ക് ഈ സിലിണ്ടർ എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാം.